ഒന്നിലധികം പ്രാവശ്യം ഉപയോഗിച്ചോ എന്നുള്ളതല്ല ഒരു നേതാവിന്റെ സ്വഭാവ ഗുണമല്ല കാണിച്ചത്. ഇവരെ MLA അടിമേടിക്കുക ചെയ്തത്. ആലപ്പുഴയിൽ നിന്ന് എടുത്ത് എറിഞ്ഞത് ഒരിക്കലൊന്ന് പുക വലിക്കുന്നു എന്നൊക്കെ പറയുന്നത് വലിയ ആപ്പ ചുമത്തപ്പെട്ടവരെ ഒക്കെ ആയിരിക്കും. അതുപോലെ ഒരു മന്ത്രി തന്നെ ഇത്തരം മണ്ടത്തരങ്ങൾ മന്ത്രിമാര് തീർച്ചയായിട്ടും ഇവര് വലിയ വിഷവിത്തുകളായി. ഈ രണ്ടുപേരും വീട് ശരിയാക്കിയിട്ട് നാട് ശരിയാക്കാൻ പോകും. ഇങ്ങനെ ന്യായീകരണ തൊഴിലാളികളായിട്ട് തലയ്ക്ക് സുഖമില്ലാതെ ആയോ എന്ന് പെട്ടെന്ന് നമുക്ക് സംശയം തോന്നും. മാഡം, ഇപ്പോൾ വലിയ ചർച്ചയായ ഒരു സംഭവമായിരുന്നു ആലപ്പുഴ MLA U പ്രതിഭയുടെ മകനെ കഞ്ചാവ് കേസിൽ എക്സൈസ് പിടികൂടിയത്. ഒപ്പം കൂട്ടുകാരും ഉണ്ടായിരുന്നു. എന്നാൽ MLAയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് മാധ്യമങ്ങൾ ഈ വാർത്ത കെട്ടിച്ചമച്ചതാണെന്ന തരത്തിൽ MLA തൊട്ടടുത്ത് തന്നെ ലൈവിൽ വന്ന് മാധ്യമങ്ങളെ ഒക്കെ വലിയ രീതിയിൽ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. മാത്രമല്ല, തൊട്ടടുത്ത ദിവസങ്ങളിൽ മന്ത്രി സജി ചെറിയാൻ MLAയെ വലിയ പിന്തുണയാണ് നൽകിയത്. കുട്ടികളാകുമ്പോൾ ഒരുപക്ഷെ ഒരു പുകയെടുത്തെന്നൊക്കെ ഇരിക്കും, ഇതിനെ വലിയ വിഷയമാക്കേണ്ടതുണ്ടോ എന്ന തരത്തിലാണ് മന്ത്രിയുടെ പ്രസ്താവന ഉണ്ടായത്. മാഡത്തിന് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഒന്നാമത് തന്നെ അതായത് ഇങ്ങനെ MLA U പ്രതിഭ അവരൊരമ്മയാണ്, ഒരു MLA ആണ്. അമ്മ സ്വന്തം കുഞ്ഞുങ്ങളെ നേർവഴിക്ക് നയിക്കേണ്ട സ്ത്രീയാണ്. അതായത് ഉദരത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ മുതൽ അമ്മയുടെ ചിന്തകളിൽ ഉണ്ടാകുന്ന വികാര വിക്ഷോഭങ്ങൾ പോലും ആ കുഞ്ഞിൻ്റെ സ്വഭാവത്തിൽ പ്രതിഫലിക്കുമെന്നാണ് അതുമായിട്ട് ബന്ധപ്പെട്ട ഡോക്ടർ സമൂഹം അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ഒരു സ്ത്രീ എത്ര ഉത്തമയാണ്, അവൾ എത്ര അംഗീകരിക്കപ്പെടേണ്ടവളാണ് എന്ന്, അവളുടെ ഏറ്റവും പ്രൊഡക്റ്റീവായിട്ടുള്ള പീരീഡ് ഗർഭവും ധരിക്കുകയും 5 വയസ്സ് വരെ കുട്ടിയെ വളർത്തുകയും ചെയ്യുന്ന പ്രായമാണെന്നാണ് ഗാരി എസ് ബക്കർ വാദിക്കുന്നത്. അപ്പം അങ്ങനെ വാദിക്കുന്ന ആ ഗ്രന്ഥത്തിന് നൊബേൽ പ്രൈസ് കൊടുത്തു എന്ന് പറഞ്ഞാൽ ലോകം മുഴുവനും ആഗ്രഹിക്കുന്നത് ഒരു കുഞ്ഞിനെ വളർത്തി ഉത്തമ പൗരനാക്കി മാറ്റുന്നതിലേക്ക് ഒരു അമ്മയ്ക്കുള്ള കടപ്പാടാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ MLA ഒരു കുഞ്ഞിൻ്റെ കാര്യം, സ്വന്തം കുഞ്ഞിൻ്റെ കാര്യം മാത്രം നോക്കേണ്ട ഒരു വനിതയല്ല. അവരെ ഒരു പ്രദേശത്തിൻ്റെ MLA ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അത് ഒരു പ്രാവശ്യമല്ല, പലവട്ടം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു MLA ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ MLA സ്വന്തം നാടിൻ്റെ കുട്ടികളുടെ മുഴുവനും ഭാവി ശ്രേയസ്കരമാക്കി കൊണ്ടുവരാൻ, അവരെ എല്ലാം ഉത്തമ പൗരത്വത്തിലേക്ക് നയിക്കാൻ കടപ്പെട്ടവളാണ്. അങ്ങനെയുള്ള ഒരു സ്ത്രീ അവരുടെ മകൻ കഞ്ചാവ് ഉപയോഗിച്ചോ, ഒരിക്കൽ ഉപയോഗിച്ചോ, ഒന്നിലധികം പ്രാവശ്യം ഉപയോഗിച്ചോ എന്നുള്ളതല്ല പ്രശ്നം. ഒരിക്കലെങ്കിലും ഉപയോഗിച്ചോ. ഇനി അത് ഉപയോഗിച്ചു കഴിഞ്ഞപ്പോൾ മകനെ നീ ചെയ്തത് കടുത്ത അപരാധമാണ് എന്ന് പറയുന്നതിന് പകരം അത് സാരമില്ലാത്ത ഒരു നിസാര കുറ്റമല്ല, അതൊരു സ്വാഭാവിക മാറ്റം, പെട്ടെന്നുണ്ടായ ഒരു മാറ്റം, ഒരു ചേഞ്ചിന് വേണ്ടി, അതായത് അറിയാനുള്ള ത്വര. അതുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ മൂർഖൻ പാമ്പ് കടിച്ചാൽ എങ്ങനെ ഇരിക്കും അറിയാൻ മൂർഖൻ പാമ്പിൻ്റെ മുകളിലേക്ക് കൊണ്ടുവന്ന് കുട്ടി കൈ നീട്ടി കൊടുക്കുവോ അല്ലെങ്കിൽ കാല് നീട്ടി കൊടുക്കുവോ? എങ്ങനെ? എല്ലാ കാര്യങ്ങളും അറിയണത് അനുഭവം കൊണ്ടല്ല. ഇനി പ്രതിഭ പിന്നെ മാധ്യമങ്ങളെ മോശമാക്കി ചിത്രീകരിക്കുന്നു, തൻ്റെ മകൻ ചെയ്തത് നിസാരവൽക്കരിക്കുന്നു ഒക്കെ. അതൊരു ശരാശരി അമ്മയുടെ സ്വഭാവമാണ് പ്രതിഭ അവിടെ കാണിച്ചത്. ഒരിക്കലും ഒരു നേതാവിൻ്റെ സ്വഭാവ ഗുണമല്ല കാണിച്ചത്. ഒരു നേതാവിനെ ഒന്നിനെയും നിസാരവൽക്കരിക്കാൻ ഒക്കില്ല. സാരമായി കാണേണ്ട എല്ലാത്തിനെയും സാരമായി കാണുകയും വിധി എഴുതുകയും ചെയ്യേണ്ട ഒരാളാണ് ഒരു നേതാവ്. അങ്ങനെയുള്ള നേതാക്കന്മാർക്ക് മാത്രമേ ഒരു സമൂഹത്തെ നന്മയിലേക്കും പ്രശസ്തിയിലേക്കും ഉന്നതിയിലേക്കും നയിക്കാൻ ഒക്കൂ. അപ്പം അക്കാര്യത്തിൽ തന്നെ പ്രതിഭ തെറ്റ് ചെയ്തു. ഇത് ഒരു കെട്ടുകഥയാണ്, അതല്ലാതെ ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ഇത് ഇങ്ങനെ MLA പോലെ ഉയർന്ന സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരെ മോശക്കാരാക്കി ചിത്രീകരിച്ച് കയ്യടി നേടുക, അത് പത്രമാധ്യമങ്ങളുടെ ഒക്കെ ഒരു പ്രധാനപ്പെട്ട വിനോദമാണ് എന്ന രീതിയിൽ സംസാരിച്ചു. അങ്ങനെ സംസാരിച്ചപ്പോഴാണല്ലോ മാധ്യമങ്ങളെ യഥാർത്ഥ ചിത്രം കൃത്യമായിട്ട് പുറത്തുവിട്ടത്. അപ്പം അങ്ങനെ പുറത്തുവിട്ട് ശരിക്ക് ഇവരെ MLA അടിമേടിക്കുക ചെയ്തത്. അല്ലെങ്കിൽ അത് വളരെ സാരമില്ല, പോട്ടെ എന്ന് വിചാരിച്ച് പത്രങ്ങൾ അവരെ അധികം തോണ്ടണ്ട എന്ന് വിചാരിച്ച് പതുക്കെ ഒന്ന് സ്പർശിച്ചു വിട്ട സമയത്താണ് അവർ ഇത്ര ശക്തമായ രീതിയിൽ തിരിച്ചടിച്ചത്. തിരിച്ചടിച്ചപ്പോൾ അവർക്ക് കിട്ടിയ അടി അതിനേക്കാൾ വലിയ തരത്തിലുള്ളതായി.
ഇനി അവിടെയും തീരുന്നില്ലല്ലോ അത്. അപ്പോഴേക്കും അതായത് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറെ അദ്ദേഹം ഇനി റിട്ടയർ ചെയ്യാൻ വേണ്ടി ആകെ 5 മാസം മാത്രമേ ഉള്ളൂ. അദ്ദേഹം നേരത്തെ തന്നെ PK ജയരാജ് ഡെപ്യൂട്ടി കമ്മീഷണർ അദ്ദേഹത്തിൻ്റെ ഈ നാടായ കൊല്ലത്തേക്കല്ല അദ്ദേഹം ആവശ്യപ്പെട്ടത്, ട്രാൻസ്ഫർ തിരുവനന്തപുരത്തേക്ക് വേണം എന്ന് പറഞ്ഞാണ് അദ്ദേഹം ട്രാൻസ്ഫർ ആവശ്യപ്പെട്ടിരുന്നത്. സാധാരണ രീതിയിൽ ഇവിടെ ഒരു നിലനിൽക്കുന്ന നിയമമുണ്ട്, റിട്ടയർ ചെയ്യാൻ 1 വർഷം മാത്രമുള്ളപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ചോദിക്കുന്ന പ്രദേശത്തേക്ക്, അത് സ്വന്തം ജില്ലയോ അല്ലെങ്കിൽ അത് അവരുടെ പ്രിഫറൻസ് അനുസരിച്ചുള്ള സ്ഥലത്തേക്ക് മാറ്റം കൊടുക്കണം, സ്ഥലമാറ്റം കൊടുക്കണമെന്ന്. പക്ഷേ ഇദ്ദേഹത്തിന് ഇതുവരെ ഇനി 5 മാസമേ ഉള്ളൂ. അദ്ദേഹം ഈ റിക്വസ്റ്റ് കൊടുത്തിട്ട് നാളേറെയായി. ഈ 5 മാസം ആയപ്പോഴേക്കും അദ്ദേഹത്തെ ആലപ്പുഴയിൽ നിന്ന് എടുത്ത് എറിഞ്ഞത് മലപ്പുറത്തേക്കാണ്. അല്ലാതെ ചവിട്ടി എറിയുന്നത് പോലെയാണ്, പത്രങ്ങൾ അങ്ങനെയാണ് അതിനെ വ്യാഖ്യാനിച്ച് ഞാൻ കണ്ടത്. ശരി മാത്രം ചെയ്തുകൊണ്ടിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്താണ് കണ്ണൂരിൽ സംഭവിച്ചത് എന്ന് നമുക്കറിയാം. അദ്ദേഹം ആത്മഹത്യയിലേക്ക് നയിക്കപ്പെടുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ കൊന്നു കെട്ടിത്തൂക്കുകയോ ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായി ശരി മാത്രം ചെയ്തതിന്. അപ്പൊ ഇത് വേറൊരു എക്സാമ്പിളാണ്. നല്ലൊരു ഉദ്യോഗസ്ഥനാണ്, ഇദ്ദേഹവും നല്ലൊരു ഉദ്യോഗസ്ഥനാണ്. അതുകൊണ്ടാണല്ലോ ഇത് MLA-യുടെ മകനാണ് എന്ന് പോലും നോക്കാതെ, മുഖം നോക്കാതെ, സ്റ്റേറ്റസ് നോക്കാതെ ആക്ഷൻ എടുത്തത്. ഇനി അതിനേക്കാളൊക്കെ വളരെ എന്താ പറയുക, ആക്ഷേപകരമായ അഥവാ ലജ്ജാകരമായ ഒരു പ്രസ്താവന വന്നത് മന്ത്രി സജി ചെറിയാന്റെ അടുത്തു നിന്നാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഒരിക്കലൊന്ന് പുക വലിക്കുന്നു എന്നൊക്കെ പറയുന്നത് വലിയ കാര്യമാണോ? ഇതൊക്കെ കുട്ടികളുടെ അല്ലേ, കുട്ടികൾ ഇങ്ങനെയൊക്കെ ചെയ്യും എന്ന് അദ്ദേഹം പറയുന്നു. എങ്കിൽ ഞാൻ ചോദിക്കുക അദ്ദേഹത്തോട്, എന്തിനാ സിനിമാ തിയേറ്ററിൽ പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ്? പല ഉൽപ്പന്നങ്ങളും നമ്മൾ മേടിക്കുമ്പോൾ അതേലും ഉണ്ട് പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന ഒരു ഇത് കാണും. ഇവിടെ വലിച്ചത് കഞ്ചാവാണ്. അപ്പം നമ്മൾ ഈ അടുത്ത നാളുകളിൽ കേരളത്തിൽ സംഭവിക്കുന്നതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് കേരളം കഞ്ചാവിൽ അല്ലാതെ മയക്കുമരുന്നിൽ മുങ്ങി താഴുകയാണോ? അപ്പം നമുക്ക് ഓർമ്മയുണ്ട്, നമ്മുടെ സാമ്പത്തിക ധന പ്രതിസന്ധി അതിരൂക്ഷമായിരിക്കുന്ന കേരളത്തില് മദ്യത്തിന്റെ വില ഏറ്റവും, അതായത് ഇന്ത്യയിലെ മദ്യവില ഏറ്റവും ഉയർന്നു നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. അങ്ങനെയുള്ള കേരളത്തിലെ ഒരുപക്ഷെ മദ്യത്തിന്റെ വില ഉയർന്നു നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ മയക്കുമരുന്നിന്റെ വ്യാപനം കൂടുന്നില്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അത് മാത്രവുമല്ല, മറ്റൊരു വളരെ സഹായകമായ സാഹചര്യം കേരളത്തിലുണ്ട്. 10, 35, 40 ലക്ഷത്തോളം അന്യസംസ്ഥാന തൊഴിലാളികളാണ് കേരളത്തിൽ വന്ന് ജോലി ചെയ്ത് പോകുന്നത്. അപ്പൊ ഇവരിൽ എന്ന് വെച്ചാൽ പലരും അതായത് അവനവന്റെ ദേശത്ത് നാട് കടത്തപ്പെട്ടവരോ കാപ്പ ചുമത്തപ്പെട്ടവരോ ഒക്കെ ആയിരിക്കും. അതുപോലും നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ എല്ലാ വാതിലുകളും തുറന്നിട്ടിരിക്കുകയാണ് മയക്കുമരുന്ന് മാഫിയയുടെ വളർച്ചയ്ക്ക്. അങ്ങനെ ഇരിക്കെയാണ് ഒരു മന്ത്രി തന്നെ ഇതിനെ നിസാരവൽക്കരിച്ച് സംസാരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ തലയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ് ഇത്തരം ഒരു സാഹചര്യത്തിൽ. കാരണം അദ്ദേഹം ഇതിനു മുൻപ് ഇവിടെ നെല്ല് കൃഷി ചെയ്തില്ലെങ്കിൽ എന്താണ്, നമുക്ക് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും മേടിക്കരുതോ എന്ന് ചോദിച്ചതാണ്. ഇത്തരം മണ്ടത്തരങ്ങൾ മന്ത്രിമാരുടെ വായിൽ നിന്ന് വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് തന്നെ തോന്നാൻ പറ്റുള്ളൂ. സത്യത്തിൽ അവരത് നിസ്സാരമായി കാണുന്നത് കൊണ്ടായിരിക്കത്തില്ല. അവർക്ക് അപ്പോൾ അവരുടെ കൂടെയുള്ള ഒരു MLA-യെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, അത് മാത്രമേ ഉള്ളൂ. അതായത് അവർ പരസ്പരം ഒരു കൈകോർക്കല്, അത്രയേ ഉള്ളൂ. നമുക്ക് അങ്ങനെ അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇവർ വലിയ വിഷവിത്തുകളായി ഈ രണ്ടുപേരും. ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഏറ്റവും കൂടുതലും ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾ നടത്തുന്ന ഒരു MLA ആണ് പ്രതിഭ എന്ന് പറയുന്നത്. അപ്പൊ ആ MLA-യുടെ മകനാണ് ഇതിൽ പ്രതിയായിട്ട് വരും. അപ്പൊ ഇതിനൊരു ശക്തമായിട്ടുള്ള നിലപാട്, ഇത് എവിടുന്ന് വന്നു അല്ലെങ്കിൽ ഇതിന്റെ സോഴ്സ് എന്താണ്, ഇങ്ങനെയൊക്കെ ഒരു അന്വേഷണം അല്ലേ ഉണ്ടാവേണ്ടത്? അതോ ഇതിനെതിരെ നടപടിയെടുത്ത ഡെപ്യൂട്ടി കമ്മീഷണറെ ട്രാൻസ്ഫർ ചെയ്യുകയാണോ? ശ്യാം വളരെ ശരിയായിട്ടാണ്, നല്ല ഡയറക്ഷനിലാണ് ആ ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത്. അതായത് കേട്ടിട്ടില്ലേ ഇംഗ്ലീഷിലൊരു ചൊല്ല്, ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. അതായത് ഏത് നല്ല പ്രവൃത്തിയും വീട്ടിൽ തുടങ്ങണം.
ഇപ്പോൾ ഉദാഹരണത്തിന് ചാരിറ്റി എന്ന് പറയുമ്പോൾ അത് സഹായിക്കില്ല. സഹായം വീട്ടിലുള്ളവരെ സഹായിച്ചിട്ടേ നാടിനെ സഹായിക്കാൻ പോകാവൂ എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധത്തിലുള്ളവർ തന്നെ പട്ടിണിയിലും വിഷമത്തിലും കഴിയുന്നു, പക്ഷെ അവരുടെ നേരെ തിരിഞ്ഞു നോക്കില്ല, അവർക്കൊരു സഹായം ചെയ്യില്ല. എന്നിട്ട് ഞാൻ ദാനശീലയാണ് എന്ന് പറഞ്ഞ് നാട്ടിൽ മുഴുവനും ദാനം കൊടുത്ത് അവിടെ പേരും പ്രശസ്തി ഉണ്ടാക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. അത് ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ് ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. ആദ്യം നിങ്ങളുടെ വീട് ശരിയാക്ക്, വീട് ശരിയാക്കിയിട്ട് നാട് ശരിയാക്കാൻ പോകും എന്ന ഒരു ധ്വനിയാണ് ആ ചൊല്ലിലുള്ളത്. പ്രതിഭ സമൂഹത്തിൽ ഈ മയക്കുമരുന്ന് ഇല്ലാതെയാക്കാൻ നടത്തിയ ശ്രമങ്ങൾ നല്ലതാണ്, പക്ഷെ അത് വീട്ടിൽ തുടങ്ങണമായിരുന്നു. സ്വന്തം മകൻ നേരായ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തണമായിരുന്നു. ഞാൻ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, അതൊന്ന് പരീക്ഷിക്കാനായിരുന്നു എന്ന് പറഞ്ഞല്ലോ. പരീക്ഷിക്കാനായിട്ട് നമ്മൾ മൂർഖൻ പാമ്പിന്റെ മുമ്പിൽ കൈ കൊണ്ടേ കൊടുക്കില്ലല്ലോ. അപ്പോൾ പരീക്ഷിക്കാനല്ല, അതിൽ താല്പര്യം തോന്നിയത് കൊണ്ട് തന്നെയാണ് കുട്ടി അതൊന്ന് വലിച്ചു നോക്കിയിട്ട് തീരുമാനം എടുക്കാൻ അല്ലെങ്കിൽ അറിയാനായിട്ട് തീരുമാനിക്കുന്നത്. അപ്പം ശരിക്ക് പറയുകയാണെങ്കിൽ പ്രതിഭ കുട്ടിയെ വീട്ടിൽ ശ്രദ്ധിക്കാറുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്കറിഞ്ഞുകൂടാ. എന്തായാലും പ്രതിഭ തീർച്ചയായിട്ടും തൻ്റെ കുട്ടിയെ വളർത്തിയതിൽ പെശകുകൾ ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവാണ്. ഇങ്ങനെ നമുക്കറിയാം, മദ്യപാനികളായ മക്കൾ ഉണ്ടെങ്കിൽ, അങ്ങനെ ഇതുപോലെയുള്ള മയക്കുമരുന്ന് സേവിക്കുന്ന മക്കൾ, തീർച്ചയായിട്ടും മാതാപിതാക്കൾ അവർക്ക് നല്ല മാതൃക കൊടുത്തില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുക. അപ്പോൾ ഇവിടെ ഇപ്പോൾ പിന്നെ ശ്യാം ചോദിച്ച ആ ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം, അതായത് ഈ പറയപ്പെട്ട ഡെപ്യൂട്ടി കമ്മീഷണർക്ക് നേരെ എടുത്ത ആ ആക്ഷൻ, അദ്ദേഹത്തെ ചവിട്ടി മലപ്പുറത്തേക്ക് എറിഞ്ഞ ആ ആക്ഷൻ വേണ്ടിയിരുന്നത് ഈ കുട്ടികളുടെ പേരിലും, അതായത് അത് അങ്ങനെ അവരുടെ പേരിൽ, അവരെ ചവിട്ടി എറിയണമെന്നല്ല ഞാൻ പറയുന്നത്, അവരുടെ പേരിൽ ശക്തമായ നടപടി എടുക്കണമായിരുന്നു. ഇതെവിടെ വന്നു, എങ്ങനെ വന്നു എന്നൊക്കെയുള്ള ഇതിൻ്റെ പുറകിലാര് ഇത്തരത്തിലുള്ള വളരെ ശക്തമായ സമീപനം സ്വീകരിക്കുകയും അത് അമർച്ച ചെയ്യാനുള്ള നടപടികൾ എടുക്കുകയും ചെയ്യണമായിരുന്നു. ഇപ്പോഴും മാർക്സിസ്റ്റ് പാർട്ടിയുടെ കാര്യത്തിൽ എപ്പോഴും കാണുന്ന ഒന്നാണ്, ഇങ്ങനെ ന്യായീകരണ തൊഴിലാളികളായിട്ട് ടോപ്പ് ടു ബോട്ടം ഏതെങ്കിലും ഒരു പാർട്ടിക്ക് അവരുടെ അണികളിൽ ആർക്കെങ്കിലും വലിയ കുഴപ്പം പറ്റി, അത് പാർട്ടിക്ക് വേണ്ടിയാണ്, പാർട്ടി ഇൻവോൾവ് ആണെന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അവരെ ന്യായീകരിക്കാൻ വേണ്ടി എന്തെല്ലാം മണ്ടത്തരങ്ങളും വിളിച്ചു പറയും. അങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ ഇതൊക്കെ ചാനലിലൂടെ കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരും. തലയ്ക്ക് സുഖമില്ലാതെ ആയോ എന്ന് പെട്ടെന്ന് നമുക്ക് സംശയം തോന്നി. ഇത് തരത്തിലുള്ള ഗുണ്ടായിസത്തിനും കൂട്ടുനിൽക്കും. അങ്ങനെ ഗുണ്ടായിസത്തിലൂടെ നേടേണ്ട ഒരുപാട് കാര്യങ്ങൾ പാർട്ടി ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഗുണ്ടായിസം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് കുട്ടികൾ. അതുകൊണ്ടാണല്ലോ ഇത് ഇപ്പം നമുക്ക് ഇന്നലെ തന്നെ പിന്നെ കേസ് എത്ര പേരെ കോടതി ജീവപര്യന്ത കഠിന തടവിന് വിധിച്ചതെന്ന് നമുക്കറിയാം. അതൊക്കെ അതാണ്, ഒരു കുഴപ്പവും കാണിക്കാതിരുന്ന 2 കോൺഗ്രസ് പയ്യന്മാരെയാണ്. അവർ രാഷ്ട്രീയ പ്രവർത്തകരായിരുന്നു, അവർ വളരെ ശക്തരായ പ്രവർത്തകരായിരുന്നു. അതുകൊണ്ടാണ് അവരെ തല്ലിക്കൊന്നത്. അപ്പൊ അങ്ങനെയുള്ള ഗുണ്ടായിസം ഇഷ്ടം പോലെ നടക്കുന്നുണ്ട് കേരളത്തിലെ എല്ലായിടത്തും. അങ്ങനെയുള്ള ഗുണ്ടായിസം ചെയ്യാനും പറ്റും. അല്ലാത്ത പക്ഷം വളരെ നല്ല കുട്ടികളായിരിക്കാം, പക്ഷെ ലഹരിക്ക് അടിമപ്പെട്ട് കഴിഞ്ഞാൽ, ലഹരി അകത്തായി കഴിഞ്ഞാൽ എന്ത് ഹീനകൃത്യം ചെയ്യാനും അവർക്കൊരു മടിയും കാണത്തില്ല. ആ തരത്തില് പാർട്ടിക്ക് ഇവരൊക്കെ പാർട്ടി ഗുണ്ടകളായിട്ട്, അതാണല്ലോ പൊതുവെ പൊതുജനം പറയുന്നതും, പാർട്ടി ഗുണ്ടകളായിട്ട് ഇവരെ ആക്കിയെടുക്കുകയാകാം പാർട്ടി. അതുകൊണ്ടായിരിക്കണം ഈ കണക്കുകൾ, അതായത് 300% വർധനവ് കേസസിൽ ഉണ്ടാകുന്നു, അറസ്റ്റിൽ തന്നെ 90% വർധനവ് ഉണ്ടായിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കേസസിൽ, അതായത് ഇതിൻ്റെ വ്യാപനത്തിൽ 300% വർധനവുണ്ടായി, ഉപയോഗത്തിൽ അതിൻ്റെ പേരിലുള്ള കേസസ് 90% വർധനവുണ്ടായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ദാറ്റ് മീൻസ് പാർട്ടി തീർച്ചയായിട്ടും അറിഞ്ഞു അറിയാതെയും ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.